ഞാൻ എന്നെ പരിചയപ്പെടുത്തുകയാണ്. മീഡിയ ആൻഡ് ഇൻഫർമേഷൻ കമ്മിറ്റി കൺവീനർ RJ പ്രദീപ്. ഇന്നത്തെ ഈ പത്രസമ്മേളനത്തിന് ട്രസ്റ്റിൻ്റെ ക്ഷണം സ്വീകരിച്ച് എത്തിയിട്ടുള്ള വിവിധ ദൃശ്യ ശ്രവ്യ മാധ്യമ പ്രവർത്തകരെ ട്രസ്റ്റിൻ്റെ പേരിൽ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വേദിയിലുള്ള ഔദ്യോഗിക ഭാരവാഹികളെ പരിചയപ്പെടുത്തുകയാണ്. ശ്രീ S. വേണുഗോപാൽ, ട്രസ്റ്റ് ചെയർമാൻ. ശ്രീമതി V. ശോഭ, പ്രസിഡന്റ്, ആറ്റുകാൽ ട്രസ്റ്റ്. ശ്രീ ശരത് കുമാർ K, സെക്രട്ടറി, ആറ്റുകാൽ ട്രസ്റ്റ്. ശ്രീമതി ഗീതാകുമാരി A, ട്രഷറർ, ABTT. ശ്രീ കൃഷ്ണൻ നായർ PK, വൈസ് പ്രസിഡന്റ്, അദ്ദേഹം എത്തും. ശ്രീ അനുമോദ് AS, ജോയിന്റ് സെക്രട്ടറി, ആറ്റുകാൽ ട്രസ്റ്റ്. 2025 പൊങ്കാല മഹോത്സവം 2025 പൊങ്കാല മഹോത്സവം ജനറൽ കൺവീനർ ശ്രീ രാജേന്ദ്രൻ നായർ D. 2025 പൊങ്കാല മഹോത്സവം ജോയിന്റ് ജനറൽ കൺവീനർ ജ്യോതിഷ് കുമാർ MS, അദ്ദേഹം എത്തിയിട്ടില്ല, എത്തും. പിന്നെ നമ്മുടെ ബഹുമാനരായ ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, ട്രസ്റ്റ് ബോർഡ് അംഗങ്ങൾ, മീഡിയ ആൻഡ് ഇൻഫർമേഷൻ കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. മറ്റ് ഉത്സവം സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും ട്രസ്റ്റ് ഭാരവാഹികൾ വിശദീകരിക്കുന്നതാണ്. വേദിയിലിരിക്കുന്ന എൻ്റെ സഹപ്രവർത്തകരെ, സദസ്സിലുള്ള ദൃശ്യമാധ്യമ പ്രവർത്തക സുഹൃത്തുക്കൾ, ട്രസ്റ്റ് ബോർഡ് അംഗങ്ങൾ, പ്രസിൻ്റെ ഭാരവാഹികൾ, എല്ലാവർക്കും ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം ട്രസ്റ്റിൻ്റെ പേരിൽ നമസ്കാരം അറിയിക്കുകയാണ്. നിങ്ങൾക്ക് ഏവർക്കും അറിയാം, ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൻ്റെ 2025 പൊങ്കാല മഹോത്സവം 5-ാം തീയതി രാവിലെ 10-നുള്ള മുഹൂർത്തത്തിൽ കാപ്പുകെട്ടി കുടിയിരുത്തി ആരംഭിച്ചു കഴിഞ്ഞു. ഇനി അതിൻ്റെ കൂടെ തന്നെ 7-ാം തീയതി രാവിലെ കുത്തിയോട്ട ബാലന്മാരുടെ വ്രതവും ആരംഭിച്ചു കഴിഞ്ഞു. ഇനി നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് 14-ാം തീയതിയുള്ള 13-ാം തീയതി ഉള്ള പൊങ്കാല മഹോത്സവം അടുപ്പുവെട്ട് ചടങ്ങിലേക്കാണ് ഇനി എല്ലാവരുടെയും ശ്രദ്ധ പോകുന്നത്. രാവിലെ 10:15 മുഹൂർത്തത്തിലാണ് ആ ചടങ്ങ് നടക്കുന്നത്. ഉച്ചയ്ക്ക് 1:15 പൊങ്കാല നിവേദ്യം നടത്തുന്നതാണ്. ക്ഷേത്ര ട്രസ്റ്റ് കഴിഞ്ഞ ഒക്ടോബർ മാസം മുതൽ തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ട്രസ്റ്റ് ബോർഡ് മെമ്പേഴ്സും പല രീതിയിലുള്ള കമ്മിറ്റികൾ കൂടി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ എല്ലാം ഒരു പൂർണ്ണതയിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ആ വിവരങ്ങൾ സുഹൃത്തുക്കളെ എല്ലാവരെയും അറിയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഇത്തവണത്തെ ഉത്സവത്തിന് ക്ഷേത്ര പരിസരത്ത് തന്നെ പൊങ്കാലയിടുന്നതിലേക്ക് വേണ്ടി വളരെയേറെ സൗകര്യങ്ങൾ ട്രസ്റ്റ് നടത്തിയിട്ടുണ്ട്. കൂടാതെ പാർക്കിംഗ് ഏരിയയ്ക്ക് വേണ്ടി പുതിയ സംവിധാനങ്ങൾ, പാർക്കിംഗ് ഏരിയയ്ക്ക് 3-4 സ്ഥലങ്ങളിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 5-ാം തീയതി മുതൽ അവിടെ തന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുകയാണ്. പിന്നെ ഏറ്റവും പ്രധാന ഒരു ചടങ്ങാണ് ഉത്സവ സമയത്ത് നടക്കുന്ന താലപ്പൊലി. മാർച്ച് 13-ാം തീയതി രാവിലെ തന്നെ താലപ്പൊലി ബാലികമാർ ക്ഷേത്ര ദർശനത്തിലേക്ക് വേണ്ടി ഇവിടെ എത്തുന്നുണ്ട്. അതിൻ്റെ ക്രമീകരണങ്ങളെ പറ്റിയെല്ലാം ഇവിടെ വിവരിക്കുന്നതാണ്. ഇത്തവണ ഗ്രീൻ പ്രോട്ടോക്കോൾ പാലിക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ വളരെ നിർബന്ധകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കോർപ്പറേഷൻ അതിലേക്ക് വേണ്ടി മുൻപന്തിയിൽ നിൽക്കുകയാണ്. നാം എല്ലാ സ്ഥാപനങ്ങളിലും അന്നദാനം നടത്തുന്ന സ്ഥലങ്ങളിൽ, ഭക്തജനങ്ങൾക്ക് ആഹാരം കൊടുക്കുന്ന സ്ഥലം, വെള്ളം കൊടുക്കുന്ന സ്ഥലം, ഇവിടെയെല്ലാം ഒരു പ്രാവശ്യം ഉപയോഗിക്കുന്ന പേപ്പർ കപ്പ് ഇത്തവണ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശമാണ് കൊടുത്തിട്ടുള്ളത്. ട്രസ്റ്റിൻ്റെ അന്നദാനം കൊടുക്കുന്ന സ്ഥലത്തെല്ലാം സ്റ്റീൽ ഗ്ലാസ്സാണ് ഇത്തവണ ഉപയോഗിക്കുന്നത്. പിന്നെ ചൂടിൻ്റെ കാഠിന്യം കണക്കിലെടുത്തുകൊണ്ട് പൊങ്കാലയിടുന്ന സമയത്ത്
നിശ്ചിത അകലം പാലിക്കണമെന്നുള്ള ഒരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അതിൻ്റെ ആവശ്യകത ഇത്തവണ വളരെ കൂടുതലായിട്ടാണ് ഒഫീഷ്യലായിട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും അറിയിച്ചിട്ടുള്ളത്. പിന്നെ ദേവിയെ പുറത്തെഴുന്നള്ളിപ്പിക്കുന്ന ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. മാർച്ച് 13-ാം തീയതി തന്നെ വൈകുന്നേരം 7:45 കുത്തിയോട്ടപ്പാലന്മാരുടെ ചൂരൽ കുത്ത് നടക്കും. അത് കഴിഞ്ഞാലുടൻ തന്നെ ഏകദേശം 11 മണിയോടുകൂടി ദേവി പുറത്തെഴുന്നള്ളും മണക്കാട് പോയിട്ട് അവിടുത്തെ പൂജ രാവിലെ 5 മണിക്ക് നടക്കും. അതിനുശേഷം തിരിച്ച് 9 മണിക്ക് ക്ഷേത്രത്തിൽ എത്തണമെന്നുള്ള ക്രമീകരണങ്ങളാണ് നടത്തിയിട്ടുള്ളത്. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ആനയുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ആ നിയമങ്ങളെല്ലാം ട്രസ്റ്റ് മാക്സിമം അതിൻ്റേതായ രീതിയിൽ ആ ഉത്തരവുകൾ അനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടാണ് മുമ്പോട്ട് പോയിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഓരോ കൂടുതൽ പിന്നെ ഇതിൽ ഈ ഉത്സവ സമയങ്ങളിൽ ഒരു പ്രത്യേകതയുള്ളത് 7ാം ഉത്സവ ദിവസം, അതായത് നാളെ നട തുറക്കുന്നതിന് 7:30 മാത്രം ദർശനം തുടങ്ങുകയുള്ളൂ എന്നുള്ള ഒരു പ്രത്യേകത മാത്രം ഈ ഉത്സവത്തിനുണ്ട്. നാളെ 7:30 ശേഷം മാത്രമേ ഭക്തജനങ്ങൾക്ക് ദർശനമുള്ളൂ. ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ സെക്രട്ടറി വിവരിക്കുന്നതാണ്. നമസ്കാരം. സർക്കാർ തലത്തിൽ നടത്തിയ അവലോകനങ്ങളുടെ അടിസ്ഥാനത്തിൽ എല്ലാ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകളും ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിൻ്റെ ഭംഗിയായ നടത്തിപ്പിനുള്ള പ്രവൃത്തികൾ എല്ലാം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. 13-ാം തീയതി നടക്കുന്ന പൊങ്കാലവതിക്കുള്ള മുന്നൊരുക്കങ്ങളെല്ലാം ഇപ്പോൾ ആയിട്ടുണ്ട്. മീഡിയയ്ക്ക് ആവശ്യമായ OV വാൻ പാർക്ക് ചെയ്യുന്നതിന് ക്ഷേത്രത്തിന് മുൻവശത്ത് ടൈൽസ് ചെയ്തിരിക്കുന്ന ഭാഗത്ത് മീഡിയ കൺവീനറുടെ നിർദ്ദേശമനുസരിച്ച് പാർക്കിങ്ങിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദേവി ഓഡിറ്റോറിയത്തിന് മുന്നിലുള്ള ദൗർലഭ്യം കണക്കിലെടുത്താണ് ഇങ്ങനെ ക്ഷേത്രത്തിന് മുൻവശത്ത് ഈ OV വാൻ്റെ പാർക്കിംഗ് മാറ്റിയിരിക്കുന്നത്. എല്ലാ പത്രപ്രവർത്തകരും ഇതിന് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ധാരാളം ഭക്തജനങ്ങൾ കഴിഞ്ഞ വർഷത്തേക്കാൾ ഏറെ ഇത്തവണ ക്ഷേത്രത്തിൽ ദർശനത്തിന് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനുവേണ്ടി വളരെ വ്യക്തമായിട്ട് നമ്മളെ തൊഴുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗത്ത് നിന്നാണ് എല്ലാ ഭക്തജനങ്ങൾക്കും പ്രവേശനം കൊടുത്തിരിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ തെക്ക് ഭാഗത്തും കിഴക്ക് ഭാഗത്തും കൂടി ഭക്തജനങ്ങൾക്ക് പുറത്തേക്ക് പോകാൻ സാധിക്കുന്നതാണ്. നാളെ 7ാം ഉത്സവ ദിവസം 7 മണിക്കാണ് പള്ളി ഉണർത്തലുള്ളത്. സാധാരണ 5 മണിക്കാണുള്ളത്, അത് നാളെ 7 മണിക്കാണ്. അപ്പോൾ അതിനനുസരിച്ച് ദർശനത്തിന് ആൾക്കാർക്ക് 7:30 മണിയോടുകൂടി ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ സാധിക്കുന്നതാണ്. ഉത്സവം വളരെ ഭംഗിയായി നടത്തുന്നതിനും വാർത്തകൾ പതിമൂന്നാം തീയതി രാവിലെ 10:15 പൊങ്കാല അടുപ്പ് കൂട്ടുന്നതും 1:15 നിവേദ്യവുമാണ്. വൈകുന്നേരം 7:15 കുത്തിയോട്ട 7:45 കുത്തിയോട്ട കുട്ടികളുടെ ചുവരിൽ കുത്ത് നടത്തും. 11:15 നമ്മൾ പുറത്തെഴുന്നേൽപ്പ് നടത്താനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങളെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മാർച്ച് 14-ാം തീയതി രാത്രി 10 മണിക്ക് കാപ്പഴിച്ച് കുടിയിറക്കുന്നതും രാത്രി 1 മണിക്ക് കുടിതീർപ്പണത്തോടുകൂടി 2025 പൊങ്കാലോത്സവം അവസാനിക്കുന്നതുമാണ്. ഉത്സവം വളരെ ഭംഗിയായി നടത്തുന്നതിനും വാർത്തകൾ ജനങ്ങൾക്ക് നൽകുന്നതിനും പത്രമാധ്യമങ്ങളെല്ലാം ചെയ്യുന്ന പങ്ക് വളരെ വലുതാണ്. എല്ലാ പത്രമാധ്യമങ്ങൾക്കും ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ പൊങ്കാല മഹോത്സവത്തിൻ്റെ പറ്റിയും മറ്റ് പ്രധാന ക്ഷേത്ര വാർത്തകളും സമയബന്ധിതമായി നടത്തുന്ന പ്രചരണത്തിന്
ട്രസ്റ്റിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാ ഭക്തജനങ്ങൾക്കും ദേവിയുടെ അനുഗ്രഹാശിസുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. 2025 പൊങ്കാല മഹോത്സവത്തിൻ്റെ ജനറൽ കൺവീനർ ശ്രീ രാജേന്ദ്രൻ നായർ അവർ 2 വാക്ക് സംസാരിക്കുന്നതാണ്. ഉത്സവവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ക്രമീകരണങ്ങളും ഇതുവരെയും ഉള്ളതെല്ലാം നല്ല രീതിയിൽ നടന്നു പോവുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സഹായവും ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പൊങ്കാല മഹോത്സവം ഭംഗിയായിട്ട് നടത്തി തീർക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായിട്ടുള്ള സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നന്ദി. നേരത്തെ സെക്രട്ടറി ഇവിടെ സൂചിപ്പിച്ച പോലെ ദൃശ്യമാധ്യമ പ്രവർത്തകരുടെ വാഹനങ്ങളും എല്ലാം തന്നെ പുതുതായി ടൈൽ ഇട്ട് ക്ഷേത്രത്തിന് മുൻവശമുള്ള ഏരിയയിൽ ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇത്തവണ കഴിഞ്ഞവണത്തെ പോലെ ഈ ദേവി ഓഡിറ്റോറിയത്തിന് മുമ്പേ അല്ല, അവിടെ ആകുമ്പോൾ ആവശ്യം പോലെ സൗകര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണുള്ളത്. അപ്പോൾ ആ രീതിയിലുള്ള അറേഞ്ച്മെൻറ്റ് നിങ്ങളുടെ സൈഡിൽ നിന്ന് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ എത്തിച്ചേർന്ന എല്ലാ പത്ര, ദൃശ്യ, ശ്രവ്യ മാധ്യമ പ്രവർത്തകർക്കും പ്രസ് ബോർഡ് അംഗങ്ങൾക്കും നമസ്കാരം. ഇപ്പോൾ ചെയർമാൻ സൂചിപ്പിച്ച ഈ OB വാനിൻ്റെ കാര്യത്തിൽ ഞാൻ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാനുണ്ട്. ഞങ്ങൾ ഇത്തവണ ഒരു രജിസ്ട്രേഷൻ കൂടി ഒന്ന് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അവിടെ വാഹനങ്ങൾ ക്രമമായി പാർക്ക് ചെയ്യുന്നതിലേക്കായിട്ടാലും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ OB വാനിൻ്റെ നമ്പർ ഒന്ന് ഒരു റിക്വസ്റ്റ് ആയിട്ടും തരിക, സ്പോട്ടിൽ തന്നെ അപ്രൂവലായിട്ട് തരാം. കാരണം ഞങ്ങൾക്ക് പോലീസിനൂടെ കൊടുക്കാനുണ്ട്. കാരണം പൊങ്കാലക്കാർ ഇരിക്കുന്ന സ്ഥലത്തിന് അടുത്തായിട്ട് തന്നെയാണ് ഈ OB വാൻ ഇടാനുള്ള സ്ഥലവും ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ പോലീസിൻ്റെ സപ്പോർട്ട് കൂടി അവിടെ ഉണ്ടാവും. അപ്പോൾ എത്ര വാഹനങ്ങൾ ഉണ്ടാവുമെന്ന് അറിയുന്നതിനും സ്ഥലം ക്രമീകരിക്കുന്നതിലേക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാ ചാനൽ പ്രവർത്തകരുടെയും അകമഴിഞ്ഞ സഹകരണം അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ നേരത്തെ നടന്ന മന്ത്രിതല അവലോകന യോഗങ്ങളിൽ ഒരു വാർത്ത ഉണ്ടായിരുന്നത്, നമ്മുടെ എല്ലാ വർഷവും നടന്നു വരുന്ന പുഷ്പവൃഷ്ടി ഈ വർഷം ഉണ്ടായിരിക്കില്ല എന്നൊരു അറിയിപ്പുണ്ടായിരുന്നു. എയർപോർട്ടിലെ റൺവേ മെയിൻ്റനൻസ് കാരണം. ഇത്തവണ അത് സംസ്ഥാന സർക്കാരിൻ്റെ സപ്പോർട്ടും അദാനി എയർപോർട്ടിൻ്റെ അതോറിറ്റീസിൻ്റെ അകമഴിഞ്ഞ സപ്പോർട്ടും രാജീവ് ഗാന്ധി സെൻറ്റർ ഓഫ് ഏവിയേഷൻ ടെക്നോളജിയുടെ സപ്പോർട്ടും കൊണ്ട് ഇന്ന് രാവിലെ അതിനുള്ള അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. ഇന്ന് ഒരു ദിവസത്തേക്ക് പണി നിർത്തിവെച്ച് അന്നത്തെ ദിവസം പുഷ്പവൃഷ്ടി നടത്തുന്നതിലേക്കുള്ള സൗകര്യം അദാനി എയർപോർട്ട് ഒരുക്കി തരികയും ഇപ്പോൾ കളക്ടറുടെ ഫൈനൽ അപ്രൂവലിന് വേണ്ടി പോയിരിക്കുകയാണ്. എന്നാലും വെർബലി അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. അതും ഈ ഒരു അവസരത്തിൽ എല്ലാ പത്ര, ദൃശ്യ, ശ്രവ്യ മാധ്യമ പ്രവർത്തകരെ അറിയിക്കുകയാണ്. ഇതുവരെ ഉത്സവം തുടങ്ങുന്നതിന് മുന്നേ മുതൽ ഇന്നലെ അല്ലെങ്കിൽ ഇന്ന് രാവിലെ വന്ന പത്രങ്ങൾ വരെയും നിങ്ങളുടെ എല്ലാവരും ഉത്സവം വളരെ നല്ല രീതിയിൽ റിപ്പോർട്ട് ചെയ്യുകയും പല ആൾക്കാരും പല സഹായങ്ങൾക്ക് വിളിച്ചത് ഞങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള എല്ലാ സഹായങ്ങളും നിങ്ങൾക്ക് ചെയ്തു തരാൻ ശ്രമിച്ചിട്ടുമുണ്ട്. എന്തെങ്കിലും പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്നും തുടർന്നും എന്തെങ്കിലും സപ്പോർട്ട് ഉണ്ടെങ്കിൽ എപ്പോഴും വേണമെങ്കിലും വിളിക്കാം. നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടാവും. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ദേവീനാമത്തിൽ എല്ലാവർക്കും ആശംസകളും അനുഗ്രഹങ്ങളും എപ്പോഴും ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ നടപ്പന്തല ക്യൂ കോംപ്ലക്സ് ഇല്ലേ, അതിനോട് ചേർന്ന് കിടക്കുന്ന ആ ഒരു ഇപ്പോൾ തറക്കല്ലൊക്കെ ഇട്ട് കല്ലൊക്കെ പാകി ഇന്റർലോക്കൊക്കെ പാകിയ ഒരു സ്ഥലമുണ്ട്. കുറച്ച് ഇന്നലെ ശിങ്കാരിമേള നടന്നില്ലേ, ആ സ്പേസ് ജയറാമിന്റെ ശിങ്കാരിമേള കൂടുതൽ ഏരിയ ഉണ്ട്. ഇവിടെ കൺജഷനാണ്. ഇപ്പോൾ നമ്മൾ പാർക്കിങ്ങിനൊക്കെ വേണ്ടി ഒരുപാട് പാർട്ടീഷൻ ചെയ്തായിരുന്നു. പിന്നെ പോലീസിന്റെ വണ്ടി മൊത്തം ഇവിടെയാണ് പാർക്കിംഗ്. VIP വണ്ടി ഇവിടെ വരും. അപ്പോൾ നിങ്ങൾ എല്ലാ വർഷവും ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഞങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിനൊരു ശാശ്വതമായ പരിഹാരം എന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു സ്ഥലം കണ്ടുപിടിച്ചത്. അപ്പോൾ എല്ലാവരുടെയും ഈ ഒരു ഫസ്റ്റ് വർഷമാണ് അവിടെ. അപ്പോൾ എല്ലാവരുടെയും സഹകരണം അതിലുണ്ടാകണം. തലേ ദിവസം എല്ലാ വർഷവും കൊണ്ടിടാറ്. അപ്പോൾ പോലീസിന് വണ്ടിയിലെ നമ്പറോടെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. അവിടെ വഴി ക്ലിയർ ആയിരിക്കണം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു അറേഞ്ച്മെന്റ് ഞങ്ങൾ ചെയ്തത്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടി തന്നെയാണ്. ഇല്ല, ഞങ്ങൾക്ക് വിളക്ക് കെട്ട് കയറിയതിന് ശേഷം മാത്രമേ അവിടെ സ്റ്റാൻഡ് കെട്ടാൻ പറ്റുള്ളൂ. ഇത്തവണ വിളക്കെട്ട് കൂടുതലുമാണ് ആ ദിവസം. അപ്പോൾ വിളക്കേട്ട് അകത്ത് 12 മണിക്ക് ദീപാരാധനയ്ക്ക് ശേഷം മാത്രമേ വിളക്കേട്ട് അകത്ത് കയറത്തുള്ളൂ. അപ്പോൾ വിളക്കേട്ട് കയറി തിരിച്ചിറങ്ങി കഴിഞ്ഞാൽ മാത്രമേ അത് ഒരു പ്രദക്ഷിണം വെച്ച് തിരിച്ചു വരണം. ഫ്രണ്ടിൽ കൂടെ തന്നെ തിരിച്ചു ഇറങ്ങണം. കെട്ടുന്നത് അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. മറ്റു വാഹനങ്ങൾക്ക് അങ്ങനെ നിങ്ങൾ എപ്പോഴും ചെയ്യുന്ന പോലെ പാർക്കിംഗ് തന്നെ അറേഞ്ച് ചെയ്യേണ്ടി വരും. ഇല്ല, എല്ലാ വർഷത്തെ പോലെ അതിന് പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻ ഉള്ളതായിട്ടൊന്നും പോലീസൊന്നും അറിയിച്ചിട്ടൊന്നുമില്ല.
അതാ പറഞ്ഞ ഒരു റിക്വസ്റ്റ് OB വാനാണോ? ആ അല്ല, മീഡിയ പാസ് ഇന്ന് ഇഷ്യൂ ചെയ്യും. ഇത് കഴിഞ്ഞിട്ട് രജിസ്റ്റേർഡ് ആയിട്ടുള്ള എല്ലാവർക്കും ഇന്ന് മീഡിയ പാസ് ഇത് കഴിയുമ്പോൾ ആ അല്ല, അതൊന്ന് ശ്രദ്ധയിൽപ്പെടുത്താം, പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താം. ഷുവർ, അത് പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താം, മീഡിയക്കാരൊന്ന് വിടുന്നതിന് വേണ്ട. അപ്പോൾ ഇതിന് ആദ്യത്തേത് വണ്ടികൾ വരാനുള്ളൊരു സൗകര്യം ഒരുക്കണം എന്നുള്ളത് തീർച്ചയായിട്ടും പോലീസിൽ ആ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കാം, അവരെ ഭാഗത്തുനിന്നുള്ള സപ്പോർട്ട് ഉറപ്പുവരുത്താം. അടുത്ത ഈ നമ്മുടെ സെക്യൂരിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായൊരു ഇഷ്യൂ വിളിച്ച് പറഞ്ഞ പത്രക്കാർക്കെല്ലാം തന്നെ അപ്പോൾ തന്നെ സോൾവ് ചെയ്ത് കൊടുത്തു. ആ ഒരു ഇഷ്യൂ ഉണ്ടാകാനുള്ളൊരു കാര്യം പറയാം. കാപ്പുകെട്ട് ചടങ്ങ് നടക്കുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും അകത്തായിരുന്നു. ഒബ്വിയസ്ലി അങ്ങനെ തന്നെ ആയിരിക്കും, ചടങ്ങ് നടക്കുമ്പോൾ ഞങ്ങൾ അകത്ത് വേണം. ഈ സമയത്ത് കാപ്പ് കെട്ടുന്ന ആ പുരയുടെ ഫ്രണ്ടിൽ നിന്ന ക്യാമറക്കാർ, ലൈവ് ചാനൽസാണ്, പത്രക്കാരല്ല, ക്യാമറ നേരെ അകത്തോട്ട് ഷൂട്ട് ചെയ്തു. അവിടെ നിന്ന് ഭക്തജനങ്ങൾ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കി. ഇത് കഴിഞ്ഞിട്ട് അകത്ത് വന്ന ഭക്തജനങ്ങൾ ഞങ്ങളുടെ അടുത്തായിരുന്നു കുതിര കയറിയത് മൊത്തം. മാഡം ലെറ്റ് മീ കംപ്ലീറ്റ് പ്ലീസ്. അങ്ങനെ വന്ന സമയത്ത് ഞാൻ അതും പറയാം, മുഖ്യധാര ദൃശ്യമാധ്യമങ്ങൾ ഒന്നും തന്നെ അല്ലായിരുന്നു. ഇപ്പോഴത്തെ പുതിയ ഈ ഓൺലൈൻ പത്രങ്ങളൊക്കെ മീഡിയാസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ യൂട്യൂബേഴ്സ്, അപ്പോൾ ഇവർക്ക് എല്ലാവരും ഐഡൻറ്റിറ്റി കാർഡ് സ്ക്രൂട്ടനൈസ് ചെയ്ത് കയറ്റാനുള്ള സാഹചര്യം അല്ല അവിടെ. എല്ലാവരും എടുത്തോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ ഈ കാപ്പുകെട്ട് നടക്കുന്ന സമയത്ത് എല്ലാവരും അകത്ത് റെക്കോർഡ് ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് അവരും സ്വാഭാവികമായിട്ട് നാട്ടുകാരുടെ ചൂടിന് നേരിട്ടത് അവർ തന്നെയായിരുന്നു ആദ്യത്തിൽ. അപ്പോൾ അവരങ്ങനെ റെസ്ട്രിക്ഷൻ വന്നു. എന്നെ വിളിച്ച ആൾക്കാരോടെല്ലാം ഞങ്ങൾ സോറി പറയുകയും പിന്നീട് അവർക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് കൊടുത്ത് അന്ന് എല്ലാവരെയും അകത്തെടുക്കരുതെന്നുള്ള ഇൻസ്ട്രക്ഷൻ ഒരു ക്യൂ കോംപ്ലക്സ് തൊട്ട് പുറത്ത് എവിടെ വേണം എടുക്കാനും കുത്തിയോട്ട കുട്ടികളുടെ നമസ്കാരം എടുക്കാൻ ആവശ്യപ്പെട്ട ആൾക്കാർക്ക് ഞങ്ങൾ വിളിച്ച് പറഞ്ഞത് പ്രകാരം ഞങ്ങൾ ആവശ്യപ്പെടാം, ഞങ്ങൾ അപ്പോൾ തന്നെ വിളിച്ച് പറയും ഇന്ന ചാനലുകാർ വരും, അവരെ അനുവദിക്കണം, അതല്ലേ നല്ലത്. അപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടില്ല, നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല, നിങ്ങളുടെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കും. അപ്പോൾ അതിനുവേണ്ടി തന്നെയാണ് ഒരു കമ്മിറ്റി തന്നെ പ്രത്യേകം രൂപീകരിച്ചിരിക്കുന്നത്. ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളുടെ പ്രവർത്തനങ്ങൾ സുഗമമായി നടക്കുന്നതിലേക്കും കുറ്റമറ്റ രീതിയിൽ പോകാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഷൂട്ട് ചെയ്യാനുണ്ടെങ്കിൽ മുൻകൂർ അമ്പലത്തിൻ്റെ അകത്തേക്ക് പോകാനുള്ള സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഞങ്ങളൊരു മുൻകൂട്ടി അറിയിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ഇന്നലെ തന്നെ എന്നെ ആരാണ് ഞാൻ ഓർക്കുന്നത്, ജനം TV ജയറാമിൻ്റെ പ്രോഗ്രാം വന്ന സമയത്ത് ജയറാമായിട്ടൊരു ഡിസ്കഷൻ പറ്റിയില്ല, ഒന്ന് അറേഞ്ച് ചെയ്യാമോ എന്ന് ചോദിച്ചു. പുള്ളിയുടെ പരിപാടി കഴിഞ്ഞുകൊണ്ട് ഞങ്ങൾ GCയുടെ റൂമിൽ വെച്ച് അതിനുള്ള സൗകര്യം എല്ലാവർക്കും ഒരുക്കി കൊടുത്തു. കുത്തിയോട്ട കുട്ടികളുടെ നമസ്കാരം എടുക്കണമെന്ന് പറഞ്ഞു. നമ്മൾ ഒരു ദിവസം സമ്മതിക്കാറുണ്ട്, വിളിച്ച് പറഞ്ഞ പോലെ അനുവാദം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നമ്മളോട്ടൊന്ന് അറിയിച്ചാൽ മതി. നമുക്ക് എല്ലാവരെയും ആലോചിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, അതാണ് പ്രശ്നം. തീർച്ചയായിട്ടും ഒരിക്കലും ഇല്ല. അല്ല ഞാൻ അതാ പറഞ്ഞു, ഇനിയിപ്പോൾ അങ്ങനെയുള്ള കവറേജ് അകത്തേക്ക് അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ദയവേത് നിങ്ങൾ ചിലപ്പോൾ പുതിയ സെക്യൂരിറ്റീസ് ആയിരിക്കാം, അവരുടെ അറിവില്ലായ്മയായിരിക്കാം, അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരോടും സോറി പറയുകയാണ്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പുതിയ ഉത്സവം പ്രമാണിച്ചൊക്കെ ടെമ്പററി എടുക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാകും. പുറത്ത് നിൽക്കുന്നവരും മെജോറിറ്റിയും ടെമ്പററി ആൾക്കാരായിരിക്കും. കാരണം ഉത്സവത്തിനാണ് കൂടുതൽ ആൾക്കാരുടെ ആവശ്യം. 365 ഡേയ്സ് നമുക്ക് അത്ര ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ എടുക്കുന്ന സമയങ്ങളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ക്ഷമിക്കണം, അതിലൊരു വിഷമം തോന്നരുത്. ദേവീനാമത്തിൽ എല്ലാവരോടും ഖേദം രേഖപ്പെടുത്തുകയാണ്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യം വരുന്ന സമയത്ത് ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട സൗകര്യം ഞങ്ങൾ അഷ്വർ ചെയ്യുന്ന കാര്യത്തിൽ ഉറപ്പ് തരാം. അമ്പലത്തിനകത്ത് റെസ്ട്രിക്ഷൻ ഉണ്ട് മാഡം. അപ്പോൾ അതെ, അത് നമുക്ക് നോട്ട് ചെയ്യാം, അത് കറക്റ്റ് ചെയ്യാം. ഉത്സവത്തിനാണ് തീർച്ചയായിട്ടും അതാ പറഞ്ഞ മാഡം, എപ്പോഴൊക്കെ നിങ്ങൾ സഹകരണം ആവശ്യപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഏതാണ്ടൊക്കെ അറിയാമെന്നുള്ളവർ തന്നെയാണ്. അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് ദയവായി ഞങ്ങൾ അറിയിക്കുക, നമുക്ക് തീർച്ചയായിട്ടും പരിഹാരം കാണാം.
നമ്മുടെ പ്രിവ്യൂവിൽ വരുന്ന കാര്യമല്ല. ഞങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഞങ്ങളുടെ ഗ്രൗണ്ട് ഇത്തവണ കൂടുതൽ സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ട്രസ്റ്റിൻ്റെ സ്ഥലം എവിടെയെല്ലാം ഉണ്ടോ അവിടെ എല്ലാ സൗകര്യങ്ങളും ഇത്തവണ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഫ്രണ്ടിലെ ഗ്രൗണ്ട് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒരുപാട് കൂടുതൽ സ്ഥലം ഇത്തവണ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ കീഴമ്പടവിലേക്ക് പോകുന്ന സ്ഥലമുണ്ട്. അവിടെയുള്ള പ്രോപ്പർട്ടീസും പുതിയതായിട്ട് കുറേ സ്ഥലങ്ങൾ ക്ലിയർ ചെയ്ത് പൊങ്കാലയിടാൻ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ട്രസ്റ്റിൻ്റെ ഭാഗത്ത് തന്നെ ഒരുപാട് പൊങ്കാലയിടാനുള്ള സൗകര്യങ്ങൾ കൂടുതലുണ്ട്. ഞങ്ങൾ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഞങ്ങളുടെ ഭാഗത്ത് ചെയ്യുന്നുണ്ട്. ബാക്കിയൊക്കെ കോർപ്പറേഷനാണ്, ഞങ്ങൾക്ക് ഇടപെടാൻ പറ്റുന്ന കാര്യമില്ല. അതെ അതെ, അപ്പോൾ വീടുകളുടെ മുറ്റത്തൊക്കെ തന്നെയാണ് സർക്കാരായിരിക്കില്ലേ, നമ്മൾ മറുപടി പറയുന്നത് ശരിയല്ല. ബഹുമാനപ്പെട്ട മേയർ ഈ യോഗം നടത്തിയ സമയത്ത് കവടിയാർ മുതൽ തെക്കാട് ഹോസ്പിറ്റൽ വരെ റോഡ് ഹൈടെക് റോഡാക്കിയെന്നും അതിൻ്റെ 2 സൈഡിലുള്ള പാത്വേയിൽ പുതുതായിട്ട് കള്ള ടൈൽ ഇട്ടിരിക്കുന്നുണ്ട്. അവിടെ പൊങ്കാലയിടുന്നവർ ശ്രദ്ധിക്കണം, അതിലൂടെ കൂടുതൽ കേടുപാടുകൾ വരുത്തരുത് എന്നുള്ള ഒരു റിക്വസ്റ്റാണ് തന്നിട്ടുള്ളത്. അപ്പം ഭക്തജനങ്ങൾ സൗകര്യപ്രദമായിട്ടുള്ള രീതിയിൽ അതിനനുസരിച്ച് ചെയ്യുക എന്നുള്ളതാണ് കോർപ്പറേഷൻ പ്രതീക്ഷിക്കുന്നത്. സ്ട്രിക്റ്റായിട്ട് ഇടാൻ പാടില്ല എന്നുള്ള ഒരു രീതി പറഞ്ഞിട്ടില്ല. പക്ഷേ അതേസമയം തന്നെ ടൈലിന് നഷ്ടം വരുത്താത്ത അല്ലെങ്കിൽ കേടുപാട് വരുത്താത്ത രീതിയിൽ ചെയ്യാൻ വേണ്ടിയുള്ളതാണ് മേയറുടെ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ചെയ്യാൻ നമ്മൾ തയ്യാറാണ്. പക്ഷേ മീഡിയക്കാർ അത് സമ്മതിക്കുകയാണെങ്കിൽ ഞങ്ങൾ അങ്ങനെ ചെയ്യാൻ തയ്യാറാണ്. അത് തന്നെ, അത് മീഡിയക്കാർക്ക് സമ്മതമാണെങ്കിൽ ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ്. ഔട്ട് തീർച്ചയായിട്ടും ഔട്ട് തരാൻ പറയാം. M7 നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. M7 അടുത്ത് എല്ലാ ചാനലിനും ഔട്ട് തരാൻ വേണ്ടി ആവശ്യപ്പെടുന്നതാണ്. എല്ലാം തരാം. പിന്നെ ഇത്തവണ ചെയ്യുന്നത് ഈ ക്യാമറ വെക്കുന്ന പ്ലാറ്റ്ഫോം തന്നെ 2 അടിയും കൂടെ ഇത്തവണ പൊക്കുന്നുണ്ട്. അപ്പം ഒരു ആംഗിളിൽ കുറച്ചും കൂടെ വിസിബിലിറ്റി പണ്ടാരടുപ്പിൽ കിട്ടുമെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ആ സന്ദർഭത്തിൽ ഇത് വിസിബിലിറ്റി കിട്ടാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കാം. ഇത്തവണ ഔട്ട് തരാൻ വേണ്ടി ആവശ്യപ്പെടാൻ എല്ലാ ചാനലിലും തരാൻ പറയാം. അപ്പം കിട്ടാത്തവർക്ക് അത് കിട്ടും. ഒരു പ്രശ്നമില്ല, ഒരു കാര്യമില്ല. അത് M7 ബന്ധപ്പെട്ട് തന്നെ കൊടുക്കാം. കൊടുക്കാം. 9497013728 9497013728. രജിസ്ട്രേഷൻ ചെയ്യണം. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടും ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. OV വാനിൻ്റെയും അതുപോലെയുള്ള ഇപ്പം ഇപ്രാവശ്യവും ബുദ്ധിമുട്ടില്ലാതെ നിങ്ങൾക്ക് അമ്മയുടെ പൊങ്കാല മഹോത്സവം വളരെ നന്നായിട്ട് എടുക്കാനുള്ള സൗകര്യം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വളരെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ മീഡിയ പാസ് ഇന്നിപ്പോൾ ഇവിടെ വിതരണം ചെയ്യും. അതുപോലെ OV വാനിൻ്റെ രജിസ്ട്രേഷൻ്റെ കഴിയുമെങ്കിൽ ഇന്ന് തന്നെ ഇവിടെ വാനിൻ്റെ നമ്പറും ഒക്കെ കൊടുത്തിട്ട് പോയാൽ പ്രയോജനകരമായിരിക്കും. ഇവിടെ എത്തി ഈ 5 ഇപ്പോൾ ഇന്ന് 6ാം ഉത്സവ ദിവസമായി. അപ്പോൾ ഇതുവരെയുള്ള എല്ലാ കവറേജും വളരെ നന്നായിട്ട് പത്രത്തിലായാലും എല്ലാം വളരെ നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രത്യേകം നന്ദിയുണ്ട്.
ഇന്ന് ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡ് പാക്കറ്റിലാണ് വിതരണം ചെയ്യുന്നത്. അതും അമ്മയുടെ പ്രസാദം വാങ്ങി നമുക്ക് പൊങ്കാല മഹോത്സവം വളരെ നന്നായിട്ട് ഇപ്രാവശ്യവും നടത്തി പിരിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്മ വരട്ടെ. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തും. 5 പേരായിട്ട് ഒന്ന് പോകാനുള്ള ഒരു സംവിധാനം ചെയ്യണം.